ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ എന്നൊന്നും പറയില്ല, മോർണിംഗുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ കാലത്ത് നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഒന്നുമില്ല, ഒരു 6:30 ആകുമ്പോഴേ എണീക്കുള്ളൂ കേട്ടോ. ഇവിടുത്തെ അമ്മൂമ്മയ്ക്ക് ഒരു 7:15 ആകുമ്പോഴേക്ക് ഫുഡ് വേണം. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ നമ്മൾ എണീക്കൂട്ടോ, ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ ആ ഒരു ടൈം മതിയല്ലോ. അപ്പോൾ കാലത്തിന് ഞാൻ എന്തായാലും പഴം പുഴുങ്ങാനായിട്ട് വെക്കുന്നുണ്ട്, കാരണം ഇന്ന് പുട്ടാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പുട്ടിൻ്റെ കൂടെ കറി ഉണ്ടാക്കുന്നുണ്ട്, ബട്ട് എനിക്ക് കുറച്ച് പഴം പുഴുങ്ങിയത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പഴം പുഴുങ്ങിയത് ഇങ്ങനെ ഈ ഒരു സ്റ്റീമർ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ 180 രൂപയുടെ കടയുണ്ടായിരുന്നു നമ്മുടെ കണ്ണൂർ, അവിടെ നിന്ന് വാങ്ങിച്ചു. ആ സ്റ്റീമറാണോ എന്താണെന്നൊന്നും അറിയില്ല, അരിപ്പയാണോ എന്നൊന്നും അറിയില്ല, പക്ഷെ ഇതിൻ്റെ അടിയിൽ ആയിട്ട് ഒരു പിടുത്തമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് സ്റ്റീമർ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കണം. അപ്പം പഴം പുഴുങ്ങിയത് വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ കാലത്തൊരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കും. ഞാൻ കട്ടൻ ചായ അങ്ങനെ കുടിക്കാറൊന്നുമില്ല, ഇവിടുത്തെ അമ്മൂമ്മയ്ക്ക് കട്ടൻ ചായ നിർബന്ധമാണ്. അപ്പം നമ്മൾ ആ ഒരു ടൈം ആകുമ്പോൾ കട്ടൻ ചായ അമ്മൂമ്മയ്ക്ക് വേണ്ടി മാത്രം ഒന്ന് വെക്കും കേട്ടോ. അപ്പം നമ്മൾ വെള്ളം എടുക്കുന്നത് നമ്മുടെ പ്യൂരിഫയറിൽ നിന്നാണ്. അപ്പോൾ കിണർ തൊട്ട് അപ്പുറത്താണ്. അപ്പോൾ നമ്മൾ കോരി എടുക്കേണ്ടതെന്ന് വിചാരിച്ച് നമ്മളൊരു പ്യൂരിഫയർ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലാണ് നമ്മൾ കട്ടൻ ചായ വെക്കുന്നത്. ചായ വെക്കുന്നത് നമ്മൾ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഒരുമിച്ചുള്ളൂ കേട്ടോ. ഞാൻ പിന്നെ എന്തൊക്കെ ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ 3 ആഴ്ചയായിട്ടുള്ള നമ്മൾ പുതിയ വീട്ടിൽ താമസം തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പുതിയ റുട്ടീനായിട്ട് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ മോൻ പോണേക്കാളും അവൻ പ്രീ കെ ജിയിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനേക്കാളും ഒരു അരമണിക്കൂർ മുന്നേ എണീറ്റിട്ട് അവൻ ആവശ്യമുള്ളത് വെച്ച് കൊടുത്തിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ അച്ഛനും അമ്മയൊക്കെ കൂടി ഉണ്ടാക്കാറുണ്ട്. പിന്നെ നമുക്ക് ഉച്ചത്തെ മീൻ വെപ്പും അങ്ങനെ വറവുണ്ടാക്കലും മാത്രമേ നമുക്ക് ബാലൻസ് ആയിട്ട് നിൽക്കാറുള്ളൂ. ചോറും അമ്മ വെച്ചിട്ട് പോകും. അപ്പോൾ നമ്മൾ മീൻ കറി വെക്കലും പിന്നെ എന്തെങ്കിലും ഉപ്പേരി ഉണ്ടാക്കലാണ് നമുക്ക് മെയിൻ പരിപാടി. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് അടക്കം നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ എനിക്ക് ഫസ്റ്റ് കുറച്ച് നാൾ ഉണ്ടായിരുന്നു കേട്ടോ, ഒരാഴ്ചത്തോളം. പിന്നെ അതങ്ങോട്ട് ശരിയായി. കാരണം ഇപ്പോൾ ഒരു 6:30 ആകുമ്പോഴേക്കും പെട്ടെന്ന് അങ്ങോട്ട് കണ്ണോർന്ന് എണീക്കൂട്ടോ. ഒരാഴ്ച ശീലിച്ചിട്ടുള്ളൂ, അപ്പോഴേക്കും കറക്റ്റ് ആ ഒരു ടൈം നമുക്കായിട്ടോ. പിന്നെ നമ്മൾ കറിയായിട്ട് വെക്കുന്നത് ഇവിടെ ഇങ്ങനെ പുട്ടിന് ഇന്ന കറിയൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. മുട്ട റോസ്റ്റ് ഉണ്ടെങ്കിലും അവർക്ക് ഉള്ളിക്കറിയില്ലേ അതുണ്ടെങ്കിലും ഓക്കെയാണ് എൻ്റെ ഹസ്ബൻഡിന്. അപ്പോൾ ഞാൻ ഇപ്പോൾ വെക്കുന്നത് നമ്മുടെ വൻപയറുണ്ടല്ലോ, ഇവിടെ വൻപയറെന്ന് പറയാം കണ്ണൂർ, നമ്മുടെ അവിടെ ഉണക്കപ്പയറെന്ന് പറയും തൃശ്ശൂരൊക്കെ കേട്ടോ. അപ്പോൾ അതാണ്. ഇതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഒരുമിച്ചിട്ടിട്ട് പിന്നെ നമ്മുടെ തേങ്ങയുണ്ടല്ലോ അത് ചിരകിയിട്ട് അതിലേക്ക് കുറച്ച് ജീരകം ഇട്ടിട്ട് അത് ഇതിലൊഴിച്ച് പിന്നെ കടുകും വറ്റൽമുളകും വേപ്പിലും പൊട്ടിച്ചൊഴിക്കലാണ് ഇവിടുത്തെ മെയിൻ കറി എന്ന് പറയുന്നത് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. നമ്മുടെ അവിടെ അങ്ങനെയല്ല, പലതരം കറികളുണ്ട് ഈ വൻപയർ വെച്ചിട്ട് തന്നെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിനുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ ഞാൻ കാലത്ത് തന്നെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ റൈസ് കുക്കറിലാണ് ചോറ് വെക്കുക, കാരണം നമ്മുടെ ഇവിടെ ആകെ 2 പേരെ നല്ലോണം ചോറ് കഴിക്കുന്നവരുള്ളൂ. ആകെ ഒരു ഗ്ലാസ് അരിയെ നമുക്ക് വെക്കണ്ട. അപ്പോൾ റൈസ് കുക്കറിൽ ഞാൻ ചോറ് വെക്കും കേട്ടോ, മുന്നേ തന്നെ അത് വെച്ച് വെക്കും. ഞാൻ അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നേ എന്നുള്ളൂ, ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ മാത്രം ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലെയുള്ള നമ്മൾ വീട്ടമ്മ എന്ന് പറയുമ്പം എനിക്കറിയില്ല എങ്ങനെയാണ് ഞാൻ പെരുമാറേണ്ടതെന്നോ കാര്യങ്ങളോ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയാൻ പാടില്ല. ഞാൻ പണികളൊക്കെ നല്ല പോലെ എടുക്കും, കൂട്ടാനും ചോറും വെക്കും, അതുപോലെ തന്നെ ബിരിയാണി വെക്കും, ഏകദേശം എല്ലാ സാധനങ്ങളും എനിക്ക് വെക്കാനായിട്ട് അറിയാം. ഞാൻ 7ാം ക്ലാസ് മുതൽ എൻ്റെ അമ്മച്ചിക്ക് വയ്യാതെ കിടക്കുമ്പോഴേ ആദ്യമായിട്ട് ഞാൻ കഞ്ഞി ഉണ്ടാക്കി അമ്മച്ചിക്ക് കൊണ്ട് കൊടുത്തു, അമ്മച്ചി ബ്ലീഡിങ് ആയിട്ട് കിടക്കുമ്പം. അപ്പോൾ അന്ന് അമ്മച്ചി ശരിക്കും കണ്ടറിഞ്ഞു 7ാം ക്ലാസ്സിലുള്ള എൻ്റെ മോളിങ്ങനെ വെച്ച് കൊണ്ടുവന്നു എന്നുള്ള. അപ്പോൾ അന്ന് മുതലേ ഒന്നാമത്തെ എനിക്ക് പാചകം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പാചകം, വീട്ടിലെ കാര്യങ്ങൾ, ചെടികൾ കാര്യങ്ങൾ നോക്കൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമുക്കൊരു ജോലി എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യം, നമ്മളെപ്പോഴും വീട്ടിലങ്ങനെ നിൽക്കാൻ പാടില്ലല്ലോ. അപ്പം അതാണ് എൻ്റെ പാഷനായിരുന്നു ഒരു ടീച്ചർ ആവാന്നുള്ളത്. ഇപ്പോൾ മോനുള്ളതുകൊണ്ട് തന്നെ 2 വർഷമായിട്ട് എനിക്ക് ജോലിക്കൊന്നും പോകാനും പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ കണ്ണൂർ വന്ന് കുറേ സ്ഥലത്ത് നോക്കിയെങ്കിൽ നമുക്ക് ഇവൻ പ്രീ കെ ജിയിൽ പോയി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എനിക്ക് പോകാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അകലേക്കായിരുന്നു കൂടുതൽ. ഇവിടെ കോളേജുകളും ഒക്കെ അങ്ങനെ സെൽഫ് ഫിനാൻസിങ് കോളേജ് ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഇപ്പോൾ കുറേ റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയല്ലോ, ക്വാളിഫിക്കേഷൻസ് അധികം വേണം, PhD നെറ്റ് അങ്ങനെ കുറേയൊക്കെ വന്നല്ലോ. അപ്പോൾ അപ്പുറത്തൊക്കെയുള്ള കോളേജുകളിലെ ആളുകളുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് കുറേ ദൂരെ. അപ്പോൾ മോൻ സ്കൂളിൽ പോയി തുടങ്ങാണ്ട് എനിക്ക് എന്തായാലും പറ്റില്ല എന്നുള്ളൊരു സ്ഥിതി വന്നപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അടുത്ത വർഷം മുതൽ പോവാം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ കിച്ചൺ വീഡിയോ അതുപോലെ തന്നെ ഹോം ടൂറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് കണ്ടിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് അഭിപ്രായം പറയണേ. അതുപോലെ തന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. പണ്ടൊക്കെ എന്നെ ബ്യൂട്ടി വ്ളോഗ്സ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കുറച്ച് മാസങ്ങളായിട്ട് എനിക്കതൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് വേറെ ഒന്നുമല്ല, ഈ വീട് പണിയുടെ തിരക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് എക്സാം ഉണ്ടായിരുന്നു, വീട് പണിയുടെ തിരക്ക് എല്ലാം കൂടെ ആയിട്ട് എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല.
അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ബ്ലാക്ക് ഹെഡ്സൊക്കെ മൂക്കുമൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ എനിക്ക് എന്നെ തന്നെ ശ്രദ്ധിക്കാൻ പറ്റാതെയായി, ഹെയർ ആയാലും ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാതെയായി. ഞാൻ സത്യത്തിൽ ബോട്ടോക്സ് ഒക്കെ ചെയ്തതാണ്, പക്ഷേ എനിക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റാതെയായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. അപ്പോൾ അത് ഇപ്പം മുതൽ ഈ പുതിയ വീട്ടിലേക്ക് വന്നത് മുതൽ ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ചെങ്കിലും നമ്മുടെ ഒതുക്കലും പെറുക്കലൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പുറത്തെ വീട്ടിൽ നിന്ന് നമ്മൾ അലമാരകളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അടുക്കള ഹാള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ബാക്കിയൊന്നും നമുക്കായിട്ടില്ല. അലമാരകൾ കൊണ്ടുവന്നാലല്ലേ നമ്മുടെ ഡ്രസ്സൊക്കെ അടുക്കി പെറുക്കി വെക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുള്ളൂ. അതൊക്കെ അങ്ങനെ എടുക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ അയ്യോ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ടൊരു മനസ്സാണ് കേട്ടോ. അപ്പോൾ ഈ ബ്യൂട്ടി വ്ളോഗ് ചെയ്യാനുള്ള ഒരു ഇതും പോവും. പിന്നെ അപ്പോൾ ഒറ്റ സ്ഥലത്ത് ഇങ്ങനെ കർട്ടൻ ഇട്ടിട്ടില്ല, അപ്പോൾ ഭയങ്കര വെളിച്ചം വരികയാണ് നമുക്ക്. അപ്പോൾ നമുക്ക് ചെയ്യാനും പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അപ്പോൾ ഞാൻ കർട്ടനൊക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ട് വേണം എൻ്റെ ബ്യൂട്ടി വ്ളോഗ് വീണ്ടും തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടിരിക്കുക. വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടെയുള്ളൊരു മിക്സപ്പ് സാധനങ്ങളായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും പണ്ടത്തെ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടാണ് എനിക്ക് മോണിറ്റൈസേഷൻ ആയതും എല്ലാ കാര്യങ്ങളും നടന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും പണ്ടത്തെ പോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ബ്യൂട്ടി വ്ളോഗായിട്ടും അതുപോലെ ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് വീട്ടിലേക്ക് വേണ്ടി, ഫ്ലിപ്പിൽ നിന്ന് മീഷോ എന്നൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോസൊക്കെ ഇങ്ങനെ അടുത്തടുത്ത കാലങ്ങളിലായിട്ട് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ കാണണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ബൈ.